ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി വന്നതിന് അപ്പോൾ എൻ്റെ സമയം ആയിട്ടില്ല. എൻ്റെ ഡയാലിസിസ് ചെയ്യാൻ അകത്തേക്ക് കയറാൻ ഒരു പ്രത്യേക ടൈമല്ല അവർ തരും. അപ്പം ഞാൻ ഡയാലിസിസിൻ്റെ തൊട്ടടുത്ത ഈ തണലിൻ്റെ ബിൽഡിംഗ് തന്നെ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി എന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്ക് വന്നിട്ട് പിന്നെ കൈകാല് തളർന്നവർക്കും പിന്നെ എന്താ പറയുക ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമായിട്ടുള്ള കിടത്തി ചികിത്സ ഉള്ള ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. എൻ്റെ തണലിൻ്റെ തൊട്ടടുത്തുള്ള പിന്നെ ബിൽഡിങ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എനിക്ക് അതിൻ്റെ അകത്ത് കയറാനൊന്നും സമയം കിട്ടിയില്ല. കാരണം വെച്ചാൽ എന്നെ ഏത് സമയത്തും വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഈ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്കൊരു ചായക്കട ഉള്ളത്. അപ്പോൾ ഞാൻ കരുതി ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഷുഗർ കുറയും, പ്രഷർ കുറയും. അപ്പോൾ ഈ ഷുഗർ കുറയുന്നത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് മെല്ലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് എനിക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഹോസ്പിറ്റലൊന്ന് പരിചയപ്പെടുത്തിക്കൂടാന്ന് കരുതി. അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ. അതാ കണ്ട തണലിൽ നിന്നൊരു ബോർഡ് കണ്ട. ഇത് തണലിൻ്റെ ഒരുപാട് സംരംഭം ഉണ്ട് കേട്ടോ. ഇത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ തണൽ. പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പുതിയ ബിൽഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് പുറത്തെ വ്യൂ എൻ്റെ മക്കളെ വേറെ ലെവലാണ്. ഈ മഞ്ഞ് കാലം ഡിസംബർ, പ്രത്യേകിച്ചിട്ട് ഈ ഡിസംബർ കാലമല്ലോ, ഡിസംബർ ജനുവരി കാലങ്ങളിൽ ഈ വഴിയിലോട്ട് എന്ന് പോകണം മോളെ മക്കളെ, വേറൊരു വഴി ലെവലാണ്. എൻ്റെ നാവെല്ലാം കുഴഞ്ഞു പോകുന്നുണ്ട് പറയുമ്പോൾ. പിന്നെ അതിൻ്റെ ആ ഒരു കവാടം ചെറുങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് കവാടം. നല്ല പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സും ഉണ്ട്. നല്ല എല്ലാവരും നല്ലത് പറയുന്നൊരു സ്ഥാപനം കേട്ടോ. അങ്ങനെ ഞാൻ ചായയെല്ലാം കുടിച്ച് തിരിച്ച് വ്യൂവിലേക്ക് തന്നെ എൻ്റെ കണ്ണ് തേച്ചും പ്രകൃതിയിലേക്കാണ്. ഞാൻ ഈ ഭാഗത്ത് വന്നാൽ ഡയാലിസിസിന് വന്നാൽ ഞാനിങ്ങനെ പ്രകൃതി നോക്കിയിരിക്കുക. എന്ത് രസമല്ലേ. അപ്പോൾ ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലം. പിന്നെ ഈ ഒരു ബിൽഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കണ്ട ഒരാൾക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ എന്ത് രസമാണെന്നറിയാം. ഈ പ്രകൃതി പച്ചപ്പിൻ്റെ നടുവിലൊരു ഹോസ്പിറ്റൽ നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞാൻ അവർ വിളിക്കുന്നവരെ ഇതൊന്ന് ആസ്വദിക്കാമെന്ന് കരുതി ഞാനിങ്ങനെ മെല്ലെ തിരിഞ്ഞ് നടക്കാമെന്ന് തോന്നി. അങ്ങനെ മെല്ലെ ഇറങ്ങി. ഒരുപാട് ആൾക്കാർ, ഒരുപാട് രോഗികൾ ഇപ്പം പുറത്തിറങ്ങിയിട്ട് അവർ ഈ കാറ്റെല്ലാം കൊള്ളുന്ന സമയമാണ്. ഞാൻ 2-3 ആൾക്കാർ വീൽ ചെയറിൽ കണ്ടു. പക്ഷെ നമുക്ക് വീഡിയോ പകർത്താനുള്ള ഇതില്ലല്ലോ. ഇത് കണ്ടോ, ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി കണ്ടോ ബോർഡ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എപ്പം തിരക്കായി ഹോസ്പിറ്റലിൽ. നല്ലൊരു ഹോസ്പിറ്റലായതുകൊണ്ടേയിരിക്കില്ലേ ഇങ്ങനെ തിരക്ക്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുറത്ത് വീൽ ചെയറിൽ കൂടെയുള്ളവർ ഉന്തിയിട്ട് ഇങ്ങനെ വരുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആരെയും വീഡിയോ എടുക്കാൻ എനിക്ക് പെർമിഷൻ, ഞാൻ ആരോട് ചോദിച്ചിട്ടുമില്ല എടുക്കട്ടെ എന്ന്. പിന്നെ അവരവരെ സ്വകാര്യതയിലേക്ക് നമ്മൾ ഇടപെടണ്ടല്ലോ. അവർ ആസ്വദിക്കട്ടെ പ്രകൃതിയെല്ലാം. അപ്പോൾ ഒരുപാട് നല്ല നല്ല എന്താ പറയുക, അതുകൊണ്ട ഒരുപാട് ഫ്ലവേഴ്സും അതെല്ലാം നല്ല രസമാണ്. ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് പുറത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് മുന്നോട്ട് വരുമ്പോൾ പിന്നെ അതിൻ്റെ ബാക്കൊക്കെ കണ്ട ഒരിത് പുതിയ ബിൽഡിങ്, അതും തണലിൻ്റെ ബിൽഡിങ് തന്നെയാണ് കേട്ടോ. തണൽ ചെറിയ സംരംഭമൊന്നുമല്ല, വലിയതാട്ടാ. നമ്മളൊക്കെ ചില ആൾക്കാർ വിചാരിക്കും, നമ്മുടെ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ വിചാരിക്കുന്നുണ്ട് നമ്മൾ തണൽ മാത്രമേ ഉള്ളൂ, കണ്ണൂരുള്ള ഒരു തണൽ മാത്രമേ ഉള്ളൂ തണൽ. നല്ല കേട്ടാ, ഒരുപാട് തണലുകളുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളതാണ് തണൽ ഓരോ സംരംഭവും തുടങ്ങുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വർഷങ്ങളായി ഈ തണൽ ഡയാലിസിസ് ചെയ്യുന്ന നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഫ്ലവർ കണ്ടോ, എന്ത് രസമല്ലേ ചുറ്റും. ഞാൻ ആ ഫ്ലവർ നോക്കി ഇങ്ങനെ മുന്നോട്ട് ആടെ ഒരു ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലത്തെ ചെറിയൊരു പാർക്കെല്ലാം സെറ്റ് ചെയ്തിന്. കാരണം വെച്ചാൽ അവിടെ ഈ ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളില്ലേ, അങ്ങനെയുള്ള കുട്ടികളെ ഒരു ഇതും കൂടിയുണ്ട് എന്ന്, മറ്റേ നമ്മളെ തെറാപ്പി ഇല്ലേ. അപ്പോൾ തണലിൻ്റെ പിന്നെ കുട്ടികളെ സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ നമ്മുടെ ഡയാലിസിസിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലത്തെ ബിൽഡിങ്ങിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പിന്നെ ആശ്വാസവും പിന്നെ അതുപോലെ തന്നെ പിന്നെ സമാധാനവുമാണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ കൊണ്ട് തണൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ
അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇന്നത്തേക്ക് പൂർത്തിയാക്കുകയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാ. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കല്ലേ.